ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. പത്രോസ് ഈ പറയുന്ന വാക്യത്തിന് രണ്ടാമത് ഒരർത്ഥം കൂടെയുണ്ട്. എല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്താണ് കിട്ടുക? നമ്മളെപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഓരോ കാര്യവും ചെയ്യുമ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ടല്ലേ, എനിക്ക് ഇതിൽ നിന്ന് എന്ത് ലാഭം കിട്ടും? പത്രോസിന്റെ ഈ ഒരു ചോദ്യത്തിനും അർത്ഥം എന്ന് പറയുന്നത്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വല്ലതും കിട്ടുമോ? നല്ല ലാഭമുള്ള പരിപാടിയാണോ ഈശോയെ ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നത് കൊണ്ട്? കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭം എന്ന് പറയുന്നത് 100 ഇരട്ടിയാട്ടോ. ഈശോയെ അനുഗമിക്കുക എന്ന് പറയുന്നത് ലാഭമുള്ളൊരു പരിപാടിയാ. നിന്റെ ഇഷ്ടം മാറ്റിവെച്ച്, നിന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്റെ ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കാനായിട്ട്, നിന്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാനായിട്ട് നിനക്ക് സാധിച്ചാല് ഉറപ്പായിട്ടും നിന്റെ ജീവിതത്തില് 100 ഇരട്ടി അനുഗ്രഹങ്ങള് നിനക്ക് ലഭിക്കും. എത്രയോ ലാഭമുള്ളൊരു പരിപാടിയല്ലേ. തമ്പുരാന് വേണ്ടി ഉപേക്ഷിക്കാനായിട്ട് നീ തയ്യാറാവണം. അവിടെ ഒരിക്കലും നീ മടി കാണിക്കരുത്, അതൊരിക്കലും നഷ്ടമായിട്ട് നീ കരുതരുത്. ദൈവത്തിന് വേണ്ടി നീ മാറ്റിവെക്കുന്ന നിന്റെ സമയമായിക്കൊള്ളട്ടെ, നിന്റെ ആരോഗ്യമായിക്കൊള്ളട്ടെ, നിന്റെ സമ്പത്തായിക്കൊള്ളട്ടെ, അവയ്ക്കൊക്കെ 100 ഇരട്ടി പ്രതിഫലം നൽകുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ലാഭമുള്ള ഒരു പരിപാടിയാണിത്. സ്നേഹമുള്ളവരെ, ഒരിക്കലും ഇത് നഷ്ടമായിട്ട് കരുതരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും തമ്പുരാന് കൊടുക്കുന്നതൊക്കെ നഷ്ടമായിട്ടാണ് നമ്മൾ കരുതുന്നത് അല്ലെ. സമയം മാറ്റിവെക്കുന്നത്, ആരോഗ്യം മാറ്റിവെക്കുന്നത്, സമ്പത്ത് മാറ്റിവെക്കുന്നത്, ഇവയൊക്കെ നഷ്ടമായിട്ട് മാത്രം നമ്മൾ കരുതുക. എന്നാല് 100 ഇരട്ടി ലഭിക്കുമെന്ന് എൻ്റെ ഈശോ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ ജീവിതത്തില് ദൈവത്തിനു വേണ്ടി നീ മാറ്റിവെക്കേ, ദൈവത്തിനു വേണ്ടി നീ സമയമായിക്കൊള്ളട്ടെ, ആരോഗ്യമായിക്കൊള്ളട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, നിന്റെ സുഖ സൗകര്യങ്ങളായിക്കൊള്ളട്ടെ, ഇവയൊക്കെ മാറ്റിവെക്കാനായിട്ട് നീ തയ്യാറായാല് അതിൻ്റെ 100 ഇരട്ടി നന്മകള് നിന്റെ ജീവിതത്തില് നിനക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും ഇത് നഷ്ടമായി കരുതാതെ ലാഭമായി കരുതിക്കൊണ്ട് സന്തോഷത്തോടുകൂടി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവണം. തമ്പുരാന് വേണ്ടി നീ ഉപേക്ഷിക്കേ. നിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നിന്നെ തന്നെയും പൂർണ്ണമായിട്ട് ദൈവത്തിനു വേണ്ടി ഉപേക്ഷിക്കുവാനായിട്ട് സന്തോഷത്തോടുകൂടി അവന് വേണ്ടി ത്യാഗമേറ്റെടുത്ത് ഈ ഭൂമിയിൽ എപ്പോഴും ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.